ഒടുവിൽ വരിഞ്ഞു മുറുക്കാൻ വന്ന ആ പൈതോണിനെയും നമ്മൾ ചുരുട്ട് കെട്ടിയങ്ങ് തൂക്കി. ഒരു രസികൻ വിനോദയാത്രയ്ക്ക് പോയി വന്നതുപോലെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഗ്രാഫിക്സും മെക്കാനിക്സും മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും ഒടുവിൽ ഇപ്പോൾ പൈതോണിനെയും നമ്മൾ ഒരുമിച്ച് അങ്ങ് കീഴടക്കി കളഞ്ഞു. എല്ലാ പവനായികളും അങ്ങനെ ശവമായി. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ജീവിതത്തിലെ കട്ടിഞ്ഞൂൽ യൂണിവേഴ്സിറ്റി എക്സാമിന് അങ്ങനെ തിരശ്ശീല വീണു. കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇനി ഒരു ബ്രേക്കും ആഘോഷമൊക്കെ ആവാം അല്ലേ? ഈ രണ്ടാഴ്ച നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എക്സാം മാത്രമായിരുന്നു. അത് തന്നെ ആയിരുന്നു ശരിയായിട്ടുള്ള സ്ട്രാറ്റജി. എന്നാൽ ഇനി മുന്നോട്ടുള്ള സ്ട്രാറ്റജി എന്തായിരിക്കണം? മുന്നോട്ടും ഫോക്കസ് യൂണിവേഴ്സിറ്റി എക്സാം മാത്രം മതിയോ? യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കും മാർക്കുകൾക്കും അപ്പുറത്ത് ഭാവിയിൽ നല്ലൊരു കരിയറിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ? കൂടാതെ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാതെ മുന്നോട്ടുള്ള വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി എക്സാമും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് നേരത്തെ പഠിച്ച് എളുപ്പമാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചോദ്യങ്ങൾ പലതാണെങ്കിലും ഒരൊറ്റ വാക്കിൽ ഞാൻ എല്ലാറ്റിനും ഒരു ഉത്തരം പറയട്ടെ. സ്വപ്ന ഭാവിക്കായിട്ട് ഗേറ്റ് കോച്ചിങ്, കാറ്റ് കോച്ചിങ്, ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ടെക്നിക്കൽ അപ്സ്കില്ലിങ്, പിന്നെ ബിടെക് ട്യൂഷൻ, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ബിടെക് കരിയർ ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിനും ഒരു ഉത്തരം ഞാൻ പറയട്ടെ. അതാണ് എം സിഗ്മയുടെ 0 to Infinity പ്രോഗ്രാം. S1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ വിജയ വിസ്മയ യാത്ര നമുക്ക് ഇനിയും തുടരണ്ടേ? ഇൻഫാക്ട് നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. ATPയോടെ എക്സാംസ് അവസാനിക്കുന്ന തിങ്കളാഴ്ച രാത്രി നിങ്ങൾക്കൊരു സർപ്രൈസ് ഒരുങ്ങുന്നുണ്ട്. സംതിങ് ഈസ് ലോഡിങ്. എക്സാം കഴിഞ്ഞ് വീണ്ടും ഒരു ക്ലാസ് ആവില്ല. അത് അങ്ങനെ ഒരു പേടി വേണ്ട. അതൊരു ഗിഫ്റ്റാണ്, ഒരു വലിയ അനൗൺസ്മെന്റ് ആണ്. മിസ് ആവണ്ടെങ്കിൽ കയ്യോടെ താഴെ കാണുന്ന ലിങ്ക് നോട്ടിഫിക്കേഷൻ വേഗം ചെന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോ. ബിലീവ് മീ, യു ഡോണ്ട് വാണ്ട് ടു മിസ് ദിസ്. സോ ഡിയേഴ്സ്, എൻജോയ് ദ ബ്രേക്ക്. സീ യു സൂൺ. താങ്ക് യു.